ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? എൻ്റെ ദൈവമേ, നിങ്ങളെല്ലാ ദിവസവും ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊരു സ്നേഹമാണ് നിങ്ങളെ. അതേപോലെ തന്നെ ഇത് എല്ലാത്തിനും നന്ദിയുണ്ട് കേട്ടോ. ടോക്കൊക്കെ എത്രയോ പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത്, അല്ലേ, പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭൂമിയിലും സ്വർഗത്തിൽ എന്തെങ്കിലും പ്രതിഫലം ഈശോ തരും. സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കാണണം. ഹല്ലേലൂയ. ഇന്ന് കുർബാന അർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ടോക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇനി കുർബാനയിൽ നിങ്ങൾക്ക് പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ മതി. കർത്താവ് ഇന്ന് ബിനോയിച്ചും കുർബാനയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഈശോടെ കൂടെ പറഞ്ഞു. നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ ഈശോ ഒരു അവസരം തരും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതായത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പലതരത്തിൽ, പ്രധാനമൊരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നീതി നിഷേധിപ്പിക്കുക, സത്യം അതല്ല, പക്ഷേ എല്ലാവരും കൂടി ഒരു വ്യക്തിക്കെതിരായി, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് എല്ലാവരും കൂടി അവർക്കെതിരായി. പുള്ളി എന്നായിരുന്നു, ആരുമില്ല, ഒന്നുമില്ല, സഹായിക്കാനും ആരുമില്ല, നീതി നിഷേധിക്കപ്പെട്ടത് അല്ലേ. അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ആക്രമിക്കുക, ആരുമില്ല. അവർക്ക് ഒരാളുണ്ട്, അതാണ് ഈശോ. നീതി നിഷേധിപ്പിക്കപ്പെട്ടവൻ്റെ കൂടെ ഈശോ നിൽക്കുമല്ലോ. അതുകൊണ്ട് ഈശോ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാം അല്ലേ. ഇപ്പൊ സൂസന്ന ആരുമില്ല, എന്ത് ചെയ്യും? അവിടെ ദാനിയേലിനെ കൂണിനെ ദൈവം മുളപ്പിക്കുകയല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി. നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പോസ്തലപ്രവൃത്തി 28:4 തലക്കെട്ട് ഇതാണ്, കണ്ടത് വെച്ച് വിധി പറയുന്നുള്ളതാണ്. സൂപ്പർ വചനം, ശ്രദ്ധിച്ച് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ്ലീഹ കപ്പൽ തകരുന്നു, മാൾട്ട ദ്വീപിൽ അകപ്പെടുന്നു. അപ്പോൾ ആൾക്കാർ ഇവിടെ സ്വീകരിക്കുന്നു, നല്ല തണുപ്പാണ്, സ്പീഡിലി ഫാസ്റ്റായിട്ട് പറയുകയാണ്. അപ്പോൾ പറഞ്ഞേ എല്ലാവരും കൂടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. പൗലോസ്ലീഹ 2 ചുള്ളി കമ്പ് എടുത്ത് തീയിലോട്ടിടുന്നു. അപ്പോൾ അതിനകത്ത് അള്ളിപ്പാമ്പ് ഉണ്ടായിരുന്നു, അത് പൗലോസ്ലീഹ കാലിൽ ചുറ്റും ബാക്കിലോട്ട്. ഇനി അടുത്ത കാര്യം കേട്ടോ, 4-ാമത്തെ വാക്യം. പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ, ഒരാവശ്യമില്ലാത്തവരാണ്, നാട്ടുകാർ പരസ്പരം പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിൽ സംശയമില്ല. എന്നിട്ട് പറയാ, കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും നീതി അവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്തൊരു വിധിവാചക. ഇനി എന്റെ ചോദ്യം ചോദിക്കാം, പൗലോസ് കൊലപാതകിയാണോ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോയി ചിന്തിക്കാം. പണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ മാനസാന്തരപ്പെട്ട് കർത്താവ് അവന്റെ പാപവും ക്ഷമിച്ച് മാമോസയിലൂടെ നമ്മളെല്ലാം എന്ന് പറയുന്ന പോലെ മുസാരത്തിലൂടെ. അപ്പൊ ചിന്തിച്ചു നോക്കി, എന്നിട്ട് എന്തൊരു വിധിയാ പറയുന്നത് നോക്കിയേ. ഈ പാമ്പ് കയ്യെ ചുറ്റിയതും ഇവന്റെ ലൈഫ് എന്തെങ്കിലും ബന്ധമുണ്ട്. ഇനി അതിന്റെ വിഷമം ആർക്കാം? നാട്ടുകാർക്കാണ് വിഷമം. നമുക്ക് ഏതെങ്കിലും നമ്മളെ കാണാതെ വിധി പറയുന്ന ആൾക്കാരാണല്ലോ. കണ്ടത് കോടതിയെ പോലും തെളിവ് സാക്ഷ്യമാണ്, കാണാതെ വിധി പറയാം. എന്താ അത് പറയാൻ ടേംസ് നിങ്ങൾ നോക്കിയേ. നീതി, ദൈവം കണ്ടോ, ദൈവത്തെ കൂട്ടി അങ്ങോട്ട് പൂശിയേക്കുമല്ലോ. ഇനി ചിന്തിച്ച് നോക്കിയാൽ, ഈ വിധി പറഞ്ഞ ആൾക്കാരെ ന്യായവതിക്കെതിരെ അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. എന്തെങ്കിലും വാസ്തവം ഉണ്ടായിട്ടാണ് ഈ പറഞ്ഞ് പരുത്തുന്ന എൻ്റെ സഹോദരങ്ങളെ? ചിന്തിച്ച് നോക്കിയേ. വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനർത്ഥം വന്നാൽ, ഈ അനർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയാവോ, അതായത് ഇത് ഏതാണ്ട് അവരൊരു മഹാപരാധം ചെയ്ത റിസൾട്ടാണെന്നല്ല. ആര് പറഞ്ഞു? അപ്പൊ സഫറിങ് എന്നൊക്കെ പറയുന്നത് എന്നാ അർത്ഥമുള്ളത്? അപ്പൊ സഹനം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ദുരിതമോ വിഷമോ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് എല്ലാവരും കൂടെ കൂറിയിട്ട് അവരങ്ങനെ ഇവരിങ്ങനെ അതുകൊണ്ട് ഇത് വന്നു, ഇത് കണ്ട് അത് വന്നു, അതുകൊണ്ട് ഇതുകൊണ്ട് എന്നതൊക്കെ ചിന്തിച്ച് നോക്കി അല്ലേ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറേണ്ടത്. എത്രയോ തവണ നമ്മൾ വിധി പറഞ്ഞു എൻ്റെ സഹോദരൻ അല്ലേ. പൗലോസ്ലീഹയ്ക്ക് ദൈവം അതുപോലെ സഹനങ്ങൾ അനുവദിച്ച് അതിലൂടെ എല്ലാം ദൈവം നടത്താൻ അവനെ അനുഭവത്തിലൂടെ കൊണ്ടുപോയിട്ട് ദൈവം വിശുദ്ധനാക്കാൻ കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ കരയ്ക്ക് നിന്നുകൊണ്ട് വിധി പറയും. അത് ഉറപ്പാന്നേ, പാമ്പ് ഉറപ്പായിട്ടും വിധി പറയും. കൊലപാതകം സംശയം ദൈവം കണ്ടോ, വല്ല ബന്ധമുണ്ട്. ഇനി ഈ വചനം കേട്ട് ചുമ്മാ എഴുന്നേറ്റ് പോകരുത്. ഇതൊക്കെ ന്യായവിധിക്ക് നമ്മുടെ നേരെ വരുന്ന വചനോ. ചിന്തിക്കണം, ഈ നാളുകളിൽ തന്നെ, ഈ ഒരൊറ്റ മാസത്തിനുള്ളിൽ തന്നെ ഒരു ദിവസത്തിനുള്ളിൽ എത്ര വിധികൾ പറഞ്ഞു നോക്കി അല്ലേ. എന്തെങ്കിലും ഒരു കാണുന്നത് പോകണ്ടാതിരിക്കുമോ അല്ലേ, ചുമ്മാ പിടിക്കുക അല്ലേ.
അതിനൊക്കെ ഒരു കോളൊക്കെ യൂത്തിന് ടേമുണ്ട്, ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. Praise the Lord. സാരമില്ല, കഴിഞ്ഞത് പോട്ടെ. അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി പറയണം അല്ലേ. നമ്മെ അവസാനിപ്പിച്ചേക്കാം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇതേപോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിധികൾ കർത്താവെ പറഞ്ഞതിൻ്റെതായ പരിണിത ഫലങ്ങൾ ഞങ്ങളുള്ളതിന്മേൽ കരുണ കാണിക്കുന്ന കർത്താവെ. ഒപ്പം തന്നെ കർത്താവെ ഇനി അങ്ങനെ പറയാതിരിക്കേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. നീ കർത്താവായ ദൈവമേ അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ ക്രമ കൊണ്ട് നിറയട്ടെ. ഇവരെ ശല്യമെന്ന ദുഷ്ടാരികൾ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. പ്രാർത്ഥനയാലും മരത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച കർത്താവെ, നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന കർത്താവേ, അങ്ങനെ ഇളക്കി ആശ്രമ സമയത്ത് ഈശോ വരുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ. പ്രവാചകന്മാർ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ, രക്തസാക്ഷികൾ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ, വിശുദ്ധന്മാർ വരുന്ന അനുഭവം ഉണ്ടാകട്ടെ, നല്ല മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.